എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് സത്യപ്രതിജ്ഞ ശനിയാഴ്ച നടക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഉടനെ തന്നെ സഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും ഗവർണറുടെ നയപ്രഖ്യാപനവും പുതിയ ബജറ്റൊക്കെ വരാനിരിക്കുകയാണ്. നിരവധി വാഗ്ദാനങ്ങളാണ് UDF സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ പലതും ആദ്യം തന്നെ നടപ്പിലാകും എന്നുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട്. സ്ത്രീകൾക്കാണ് ഏറ്റവും വലിയ നേട്ടങ്ങൾ ലഭിക്കുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടങ്ങളായിട്ട് 3000 രൂപയിൽ എത്തിക്കൽ, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ, ഓരോ കുടുംബത്തിനും ഓരോ വർഷത്തേക്ക് 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, യുവാക്കൾക്ക് 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ, BPL വിഭാഗക്കാർക്ക് സൗജന്യ ഡയാലിസ്, ആന്റി റാഗിംഗ് ആക്ട് നടപ്പിലാക്കൽ, റബ്ബർ താങ്ങുവില 300 രൂപയാക്കൽ, മിതമായ വിലയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സംസ്ഥാന വ്യാപകമായി ഇന്ദിര ക്യാൻറ്റീനുകൾ, ആശാവർക്കർമാർക്ക് കുറഞ്ഞത് ദിവസവേതനം 700 രൂപയാക്കി വർദ്ധിപ്പിക്കൽ. ഇത്തരം പ്രഖ്യാപനങ്ങളെല്ലാം ആദ്യ ബജറ്റിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ കാത്തിരിക്കുന്ന ആദ്യ സഹായ വിതരണം ക്ഷേമ പെൻഷൻ തന്നെയായിരിക്കും. മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി നേരത്തെ ഉത്തരവ് വന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഉത്തരവ് കാണിച്ചിരുന്നു. ഉത്തരവിൽ പറയുന്ന പ്രകാരം 3 ഉത്തരവുകൾ ഒരുമിച്ചാണ് ഇറക്കിയത്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തെ പെൻഷൻ അതാത് സമയങ്ങളിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവിറക്കുകയും പിന്നീട് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിഷുവിനോടനുബന്ധിച്ച് നേരത്തെ വിതരണം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് ഇലക്ഷന് മുമ്പ് വിതരണം ചെയ്യുന്ന നടപടിയാണ് കഴിഞ്ഞ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. മെയ് മാസത്തെ ഉത്തരവുണ്ട് എങ്കിലും പുതിയ സർക്കാരാണ് പെൻഷൻ വിതരണം ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 20-ാം തീയതി കഴിഞ്ഞാൽ പെൻഷൻ വിതരണ നടപടികളിലേക്ക് ആരംഭിക്കും. 25-ാം തീയതിയോട് കൂടി പതിവ് പോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തും. തൊട്ടടുത്ത ദിവസങ്ങളിലായിക്കൊണ്ട് കയ്യിലും പെൻഷൻ വിതരണം നടക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും ഉണ്ടാകുക. അതേസമയം സ്ത്രീ സുരക്ഷാ പെൻഷൻ ഈ മാസവും ലഭിക്കില്ല. പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം അത് വീണ്ടും പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. കാരണം LDF സർക്കാർ തുടങ്ങുകയും നിർത്തുകയും ചെയ്ത പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ. മാർച്ച് മാസത്തെയും ഫെബ്രുവരി മാസത്തേതും മാത്രമാണ് വിതരണം ചെയ്തത്. അതിന് ശേഷം പിന്നീട് ഏപ്രിൽ മാസത്തിൽ LDF സർക്കാരിന്റെ ഒരു കാലാവധി ആയിട്ട് പോലും ആ ഒരു തുക വിതരണം നടത്തിയില്ല. പിന്നീട് ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിൽ കയറുന്ന മാസമാണിത്. ഇതുവരെ അധികാരത്തിൽ കയറിയിട്ടില്ല. കയറിയാൽ പോലും ഈ മാസം ആ ഒരു തുക ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. പദ്ധതി എങ്ങനെയാണ് ഇനി പുതിയ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. കാരണം അതിൽ BPL റേഷൻ കാർഡുള്ളവർക്ക് മാത്രമാണ് ആ ഒരു തുക ലഭിക്കുന്നത്. ഇതിനി വിപുലീകരിക്കുമോ അതോ താൽക്കാലികമായിട്ട് ഈ പദ്ധതി വേണ്ട എന്ന് വെക്കുമോ എന്നൊന്നും കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. ഇത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ട് UDF സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുമില്ല. നിലവിലുണ്ടായിരുന്ന ഒരു പദ്ധതി ആയിരുന്നു എങ്കിൽ അത് തുറന്നു പോയേനെ. പക്ഷേ LDF സർക്കാർ തന്നെ അത് നിർത്തിയത് കൊണ്ട് അത് എന്താവും എന്ന് നമുക്ക് ഇപ്പോൾ പറയാനാകില്ല. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.